നമസ്കാരം. ഭഗവത് പൂജാ വിധികളിൽ പ്രധാനപ്പെട്ടതാണ് നൈവേദ്യ സമർപ്പണം. ശ്രീമുരുകന് ചുരുട്ടി നിവേദിക്കുന്ന വിരാലിമല പോലെ ദിനവും ആയിരക്കണക്കിന് ലിറ്റർ മദ്യം രുചിക്കുന്ന കാലഭൈരവ പ്രതിഷ്ഠയുള്ള വിചിത്രമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ശ്രീ കാലഭൈരവ് മന്ദിർ, ഉജ്ജയിനി. ഈ ക്ഷേത്രം മധ്യപ്രദേശ് സംസ്ഥാനത്ത് ജയ്പൂരിനടുത്തുള്ള ഉജ്ജയിനിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാന്റെ അംശമായ കാലഭൈരവ സ്വാമിയാണ്. ക്ഷിപ്ര നദിക്കരയിലുള്ള പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രധാന നൈവേദ്യം മദ്യമാണ്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കാലഭൈരവ ക്ഷേത്രം നിലനിന്നിരുന്നതായാണ് ഐതിഹ്യം. പണ്ടുകാലം മുതലേ താന്ത്രിക പൂജയിൽ അഗ്രഗണ്യരായ കാപാലികരുടെയും അഘോരികളുടെയും വാസസ്ഥലമായിരുന്നു ഉജ്ജയിനി. ആ കാലഘട്ടങ്ങളിൽ മറ്റാളുകൾക്കൊന്നും ഇവിടെ പ്രവേശനമുണ്ടായിരുന്നില്ല. മുമ്പുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും രാജാവ് ഭദ്രാസൻ ആണ് ഈ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഭഗവത് പ്രീതിക്കായി ചെയ്യുന്ന തന്ത്രവിധിയായ പഞ്ചമകര സാധനങ്ങളിൽ ഉൾപ്പെട്ടതാണ് മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനം. ഇതിൽ മുദ്ര എന്നതിന് ഒരു തരം ധാന്യം എന്നൊരർത്ഥവുമുണ്ട്. ഇന്നും മദ്യവും മാംസവും മത്സ്യവും നിവേദിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളുണ്ട്. 9ാം നൂറ്റാണ്ടിൽ ഈ കാലഭൈരവ ക്ഷേത്രം നിലനിന്നിരുന്നതായി സ്കന്ദപുരാണം അവന്തികാകാണ്ഡത്തിൽ പരാമർശമുണ്ട്. ഈ നഗരത്തിന്റെ കാവൽ ദൈവം കൂടിയാണ് കാലഭൈരവർ. പോയ കാലം തിരിച്ചു കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ കാലഭൈരവരെ പ്രാർത്ഥിക്കുന്നതിലൂടെ കാലദേവി നേരങ്കോവിൽ പോലെ സമയം ശരിയാവുമെന്നും ഭഗവാന് നമ്മുടെ നേരത്തിന്റെ മേൽ ഒരു നോട്ടമുണ്ടാവുമെന്നും ഇനിയുള്ള നേരത്തെ ശരിയായി വിനിയോഗിക്കാനുള്ള പ്രാപ്തി ഭക്തർക്ക് തരുന്ന കോവിലാണിതെന്നാണ് ഭക്തജനഭാഷ്യം. കോവിലിന് മുൻവശത്തുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ തേങ്ങ, പൂ, ചന്ദനത്തിരി, വെറ്റില എന്നിവയോടൊപ്പം മദ്യക്കുപ്പികളും സർവ്വസാധാരണമായി വിൽക്കപ്പെടുന്നു. 2015 മധ്യപ്രദേശ് സർക്കാരിന്റെ എക്സൈസ് വകുപ്പ് തന്നെ മദ്യക്കടകൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വ്യാജമദ്യം തടയാനാണിതെന്നാണ് പറയുന്നത്. ഭക്തർക്ക് അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് വില കൂടിയതോ കുറഞ്ഞതോ നാടനോ വിദേശ മദ്യമോ വാങ്ങിച്ച് കാലഭൈരവ സ്വാമിക്ക് സമർപ്പിക്കാം. ഏതാണെങ്കിലും ഭഗവാൻ സ്വീകരിക്കുമെന്നതിന് തർക്കമില്ല. ഭക്തർ സമർപ്പിക്കുന്ന മദ്യക്കുപ്പിയിലെ മദ്യം പൂജാരി വാങ്ങി ഒരു ചെറിയ കിണ്ണത്തിലൊഴിച്ച് കാലഭൈരവരുടെ വായ്ക്കരികിൽ വയ്ക്കുമ്പോൾ കുറച്ചായി മദ്യം കുറയുന്നത് ഭക്തർക്ക് നേരിട്ട് കാണാം. ഇങ്ങനെ ബോട്ടിലെ മദ്യം 2-3 പ്രാവശ്യം ഭഗവാന് കൊടുത്ത ശേഷം ബാക്കി മദ്യം ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ഇവിടെ നടക്കുന്ന ഈ അതിശയം നേരിട്ട് കാണാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് ഭക്തരാണ് ദിനവും ക്ഷേത്രത്തിലെത്തുന്നത്. പാറയിൽ ചെതുക്കിയ മുഖം മാത്രമാണ് ഇവിടെയുള്ള കാലഭൈരവ പ്രതിഷ്ഠയുടേത്. മുഖത്ത് കുങ്കുമം പൂശിയിരിക്കുന്നു. ഈ പ്രതിഷ്ഠയിൽ എന്തെങ്കിലും ദ്വാരമുണ്ടോ, ആയിരക്കണക്കിന് ലിറ്റർ മദ്യം എങ്ങോട്ട് പോകുന്നു എന്നെല്ലാം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഗവേഷകന്മാർ പരിശോധിച്ചിരുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല എന്നാണ് വിവരം. ഇത്രയും മദ്യം കാലഭൈരവ പ്രതിഷ്ഠ കുടിക്കുക തന്നെയാണെന്നാണ് ഭക്തജന വിശ്വാസം. ശിവഭഗവാന്റെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നായ മഹാകാലേശ്വർ ക്ഷേത്രവും ശില്പകലയ്ക്കും പാരമ്പര്യത്തിനും പേരുകേട്ട സിന്താമൻ ഗണേഷ് കോവിലും നഗരത്തിന്റെ 7 പുണ്യസ്ഥലങ്ങളിൽ ഒന്നിൽ സ്ഥിതി ചെയ്യുന്ന ഹർസിദ്ധി കോവിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ സാന്ദീപനി മുനിയിൽ നിന്ന് വിദ്യ അഭ്യസിച്ച സാന്ദീപനി ആശ്രമവും ഇവിടെ അടുത്താണ്. ഉജ്ജയിനി കാലഭൈരവ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം മഹാകാലേശ്വര ക്ഷേത്രം സന്ദർശിച്ചാലേ ആഗ്രഹ സാഫല്യം പൂർണ്ണമാവൂ എന്നൊരു വിശ്വാസവുമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. മുമ്പൊരു യുഗത്തിൽ അന്തകാസുരൻ എന്ന അസുരൻ ശിവഭഗവാനെ നോക്കി കൊടും തപസ് അനുഷ്ഠിച്ചു. ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടാൻ കാലതാമസമെടുത്തതിനാൽ അസുരൻ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട് ജലപാനമില്ലാതെ ഓം നമഃ ശിവായ മന്ത്രം ഉരുവിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ആവശ്യമുള്ള വരങ്ങൾ നേടിയെടുത്തു. പിന്നീട് അഹങ്കാരിയായി തീർന്ന അന്തകാസുരൻ ദേവന്മാരെയും ഋഷിമാരെയും ഉപദ്രവിച്ചു തുടങ്ങി. ദേവേന്ദ്രനോടൊപ്പം ബ്രഹ്മദേവനും അസുരനോട് പോരിട്ട് തോൽവിയടഞ്ഞ് വേറെ വഴിയില്ലാതെ അസുരനെ അനുസരിച്ചു വന്നു. ഇതുകണ്ട അസുരൻ അഹങ്കാരത്താൽ അട്ടഹസിച്ചുകൊണ്ട് ഇന്നു മുതൽ ഇവിടെയുള്ള പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷമണിഞ്ഞിരിക്കണം, ആരൊരാൾ ഈ ഉത്തരവ് മറികടന്നാലും അവന്റെ അന്ത്യമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. ദുഃഖിതരായ ദേവഗണങ്ങൾ ശ്രീ പരമേശ്വരൻ വിചാരിച്ചാലേ ഈ അസുരനെ വധിക്കാനാവൂ എന്ന് ചിന്തിച്ച് ശിവഭഗവാനെ അഭയം പ്രാപിച്ചു. ഭഗവാൻ തന്റെ പഞ്ചമുഖങ്ങളിൽ ഒന്നായ തത്പുരുഷത്തിൽ നിന്നും കാലഭൈരവരെ സൃഷ്ടിച്ച് അസുരനെതിരെ പോരിനയച്ചു. ഭൈരവർ അസുരന്റെ സേനയെ നശിപ്പിച്ച് അന്തകാസുരനെ തന്റെ ശൂലത്തിനാൽ വധിച്ചു. ദേവന്മാർ ഭൈരവർക്ക് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ഈ നാടിന്റെ കാവൽ ദൈവമായി ഇവിടെ കുടികൊള്ളാൻ ദേവഗണങ്ങൾ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് കാലഭൈരവർ ഇവിടെ കുടികൊണ്ടു എന്നാണ് കഥ. ഭൈരവർ കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയിൽ അവതാരമെടുത്തതായി ശാസ്ത്രകാര സംഹിതയിൽ പരാമർശമുള്ളതായി പറയപ്പെടുന്നു. ക്ഷിപ്ര നദിക്കരയിലുള്ള ഈ കാലഭൈരവർ മന്ദിറിലേക്ക് കയറുവാൻ കുറച്ച് പടികളുണ്ട്. നല്ല ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കോവിലിന്റെ പ്രവേശന കവാടം കോട്ടവാതിൽ പോലെയാണ്. മറാത്തിയ രീതിയിലുള്ള കെട്ടിടകലയും മാൾവ സ്റ്റൈൽ പെയിന്റിങ്ങും ക്ഷേത്രത്തിൽ കാണാം. ക്ഷേത്രത്തിന് പുറത്ത് ഭക്തർക്ക് ഷോപ്പിങ്ങിനായി ധാരാളം സൗകര്യമുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ കാലഭൈരവരുടെ വാഹനമായ നായയും ബ്രഹ്മാണ്ഡമായ ദീപസ്തംഭവുമുണ്ട്. വൈകുന്നേരങ്ങളിൽ തെളിയിക്കുന്ന ദീപസ്തംഭം വേറിട്ട കാഴ്ചയാണ്. പ്രധാന പ്രതിഷ്ഠയല്ലാതെ മരത്തിനടിയിൽ ശിവലിംഗവും നന്ദിയും പാർവതീദേവിയുടെയും ഗണപതിയുടെയും മഹാവിഷ്ണുവിന്റെയും ചുവർ ശില്പങ്ങളുമുണ്ട്. പ്രധാന സന്നിധിയിലാണ് കാലഭൈരവ സ്വാമി.
സ്വാമിയുടെ ശിരസിൽ ഗ്വാളിയർ ഷിൻഡെ രാജവംശത്തിന്റെ തലപ്പാവാണ് അണിയിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായമാണിത്. എത്ര തിരക്കുണ്ടെങ്കിലും ഭക്തർക്ക് അവരുടെ നിവേദ്യങ്ങൾ സമർപ്പിച്ച് ഭഗവാൻ മദ്യം രുചിക്കുന്നത് കാണുവാനും പ്രസാദം കൈപ്പറ്റുവാനുമുള്ള സൗകര്യം ക്ഷേത്രത്തിലുണ്ട്. പ്രതിഷ്ഠയുടെ കാൽച്ചുവട്ടിലായി വെള്ളി കൊണ്ടുള്ള ഭൈരവശിരസ്. കാലഭൈരവർ ഈ ക്ഷേത്രത്തിന്റെ ദ്വാരപാലകൻ കൂടിയാണ്. അതിനാൽ രാത്രിയിൽ ക്ഷേത്രം പൂട്ടി താക്കോൽ കാലഭൈരവരുടെ കാൽക്ക് സമർപ്പിക്കുന്നു. കശുവണ്ടിപ്പരിപ്പ് മാല ഭഗവാന് അണിയിച്ച് ക്ഷേത്രത്തിൽ ദീപം തെളിയിച്ചാൽ യാത്രകളിൽ അപകടം സംഭവിക്കില്ല എന്നാണ് വിശ്വാസം. മുമ്പ് മൃഗബലി നടന്നിരുന്നതായി പറയപ്പെടുന്ന ഈ കോവിലിൽ ഇന്ന് സമ്പ്രദായമില്ല. അഷ്ടമി തിഥിയിൽ ഭൈരവരെ സന്ദർശിച്ച് പൂജകൾ ചെയ്താൽ ശത്രുക്കൾ നശിക്കും, ഏതു വിധത്തിലുള്ള രോഗവും മാറും, നഷ്ടപ്പെട്ട സ്വത്ത് എന്തുതന്നെയായാലും തിരിച്ചു കിട്ടും എന്നാണ് വിശ്വാസം. ഇത് സത്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഭക്തജനത്തിരക്ക്. ക്ഷേത്രത്തിന് പിൻവശത്ത് ഒരു ഗുഹയിൽ 2.5 അടി താഴ്ചയിൽ പാതാള ഭൈരവി സന്നിധിയുണ്ട്. ആഭിചാരത്താൽ ബാധിക്കപ്പെട്ട ഭക്തർക്ക് ദോഷം നീങ്ങാൻ അഘോരികൾ ഇവിടെയിരുന്ന് രാത്രി നേരങ്ങളിൽ ചന്ദ്രപൂജ ചെയ്ത് ഭക്തരുടെ കയ്യിൽ കറുത്ത ചരട് കെട്ടിക്കൊടുക്കുന്ന സമ്പ്രദായം ഇന്നും ഇവിടെ നടക്കുന്നുണ്ട്. ഭസ്മ ആരതി, ദദ്യോദക് ആരതി, ഭോഗ ആരതി, സന്ധ്യ ആരതി, ശയന ആരതി എന്നിവയാണ് ഇവിടത്തെ പൂജകൾ. തിങ്കളാഴ്ചകളും അഷ്ടമി ദിനങ്ങളും മഹാശിവരാത്രിയും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. ക്ഷേത്രം ദിനവും രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ഉജ്ജയിനി ബസ് സ്റ്റാൻഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് സർക്കാർ വക ബസ് സൗകര്യങ്ങളുണ്ട്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഉജ്ജയിനി റെയിൽവേ സ്റ്റേഷൻ 7 കിലോമീറ്റർ. അടുത്തുള്ള വിമാനത്താവളം ഇൻഡോർ എയർപോർട്ട് 70 കിലോമീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.